നമസ്തേ. താഴെ ഇറക്കാൻ എത്ര ശ്രമിച്ചാലും ലോകം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ആരാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ? ഉത്തരം കണക്കുകൾ തന്നെ പറയുന്നു. വെറും 24 മണിക്കൂറിൽ 303 മില്യൺ വ്യൂസ്, ഇപ്പോൾ 343 മില്യൺ പിന്നിട്ട റീൽ, ഒരു രാത്രി കൊണ്ട് 10 ലക്ഷം പുതിയ ഫോളോവേഴ്സ്. ലോകം നോക്കുന്നത് ആരെയാണ്? ഒരു വശത്ത് വിമർശനങ്ങൾ, മറുവശത്ത് ലോക റെക്കോർഡുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം റീൽ സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ചരിത്രമാണ്. ലോക നേതാവെന്ന നരേന്ദ്രമോദിയുടെ ഡിജിറ്റൽ സ്വാധീനത്തിന്റെ തെളിവാണ് ഇത്. ഇതൊരു വീഡിയോയുടെ വിജയം മാത്രമല്ല, രാഷ്ട്രീയത്തിനപ്പുറം ഡിജിറ്റൽ ലോകത്തും അദ്ദേഹം നമ്പർ 1 ആകുന്ന കഥയാണ് ഇന്ന് പറയാനുള്ളത്. താഴെ ഇറക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ സ്റ്റാർ ആയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം റീൽ പുറത്തിറങ്ങി 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ 303 മില്യൺ വ്യൂസ് നേടിയിരിക്കുകയാണ്. ഇതോടെ ഇൻസ്റ്റഗ്രാമിൽ അതിവേഗത്തിൽ ജനപ്രീതി നേടിയ റീലുകളിലൊന്നായി ഇത് മാറി. ഇപ്പോൾ ഈ റീലിന്റെ വ്യൂസ് എത്രയാണെന്ന് അറിയാമോ? 343 മില്യൺ വ്യൂസ്. അമ്മോ! വീഡിയോയ്ക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്ത് വൻ ജനപങ്കാളിത്തമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ 10 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് കൂടിയത്. അതായത് 1 മില്യൺ ഫോളോവേഴ്സ്. എൻ്റെ അമ്മോ! പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നടപടികളെക്കുറിച്ച് വ്യാഴാഴ്ച രാത്രി അദ്ദേഹം പങ്കുവച്ച സെൽഫി വീഡിയോയ്ക്ക് പിന്നാലെയാണ് ഫോളോവേഴ്സിന്റെ എണ്ണം കൂടിയത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആകെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം എത്രയെന്ന് അറിയാമോ നിങ്ങൾക്ക്? 103 മില്യൺ, അതായത് 10.30 കോടി. തന്റെ വീഡിയോയ്ക്ക് ലഭിച്ച ജനപ്രീതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി മന്ത്രിമാർക്കും എംപിമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വികസന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് പകരം റീലുകളും തത്സമയ സംവാദങ്ങളും വഴി പുതിയ തലമുറയുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ മന്ത്രിമാരോടും എംപിമാരോടും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ സാന്നിധ്യം ശക്തമാക്കാനും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂടുതൽ ഇടപഴകാനുമാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത്. എത്ര മന്ത്രിമാർ ഇൻസ്റ്റഗ്രാമിൽ സജീവമാണെന്ന് ചോദിച്ച പ്രധാനമന്ത്രി ഈ പ്ലാറ്റ്ഫോമിൽ യുവാക്കളുടെ വൻ ജനപങ്കാളിത്തമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പങ്കുവെക്കുന്നതിന് പുറമെ വ്യത്യസ്തങ്ങളായ ഉള്ളടക്കങ്ങളിലൂടെ യുവാക്കളുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ എല്ലാ മന്ത്രിമാരും ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ചെറുപ്പക്കാരിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ എത്തുന്നതിനായി റീലുകളും മറ്റും ജനപ്രിയ ഫോർമാറ്റുകളും നിർമ്മിക്കാൻ അദ്ദേഹം മന്ത്രിമാരെ പ്രോത്സാഹിപ്പിച്ചു. യുവാക്കൾ ഇൻസ്റ്റഗ്രാമിലുണ്ട്, നമ്മൾ തുടർച്ചയായി സംവദിക്കേണ്ട പൗരന്മാരാണവർ എന്ന് പ്രധാനമന്ത്രി മന്ത്രിമാരോട് പറഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. അർദ്ധരാത്രിയിൽ റീൽ ഫോർമാറ്റിലാണ് വീഡിയോ അദ്ദേഹം പങ്കുവച്ചത്. ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാനും റീലുകൾ നിർമ്മിക്കാനും മന്ത്രിമാരോട് ആവശ്യപ്പെടുന്നതിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അർദ്ധരാത്രിയോടെ ഒരു ഹ്രസ്വ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുന്നു. എക്സിലൂടെയാണ് പ്രധാനമന്ത്രി സ്ഥിരമായി പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ ഒരു ഫേസ്ബുക്ക് വീഡിയോയും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി ഇൻസ്റ്റഗ്രാമിലും അദ്ദേഹം പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. ചെറുപ്പക്കാരുമായി ബന്ധപ്പെടാൻ കഴിയുന്ന സാമൂഹ്യ മാധ്യമം എന്ന നിലയിലാണ് ഇത്. ഈ പോസ്റ്റിന്റെ സമയവും രീതിയും ഡിജിറ്റൽ ആശയവിനിമയത്തിന് സർക്കാർ നൽകുന്ന പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ സ്ഥിരമായി ഉപയോഗിക്കാറുള്ള ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ എന്ന വാക്കോടെയാണ് പ്രധാനമന്ത്രി ഈ വീഡിയോയും ആരംഭിച്ചത്. ആ വീഡിയോ ഒന്ന് കാണാം നമുക്ക്. ഫ്രണ്ട്സ്, मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विध कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का 1 वर्ष बर्बाद न हो. तत्काल परीक्षाएं लेना बहुत जरूरी था. सरकार ने अभी पूरी शक्ति का उपयोग करके कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाएं, इसका प्रबंध किया. और अभी 5-6 दिन पहले 19 तारीख को
रिजल्ट भी आ गया और देश भर में उत्तीर्ण हो गए विद्यार्थियों की खुशियों की खबरें भी आ रही हैं। लेकिन हम वहां पर संतोष मानने वाले लोगों में से नहीं है और इसलिए मैंने आज फास्ट ट्रैक कोर्ट के लिए विभागों को निर्देश दिए थे। आज विभागों ने लगातार मेहनत करके देर रात मुझे मुसद्दा भी दे दिया। फास्ट ट्रैक कोर्ट और कठोर सजा के प्रावधान के साथ का ये मुसद्दा कल कैबिनेट में चर्चा होगी। कैबिनेट के साथियों के सुझाव के बाद उसका अंतिम रूप दिया जाएगा और सोमवार से संसद का दूसरा सप्ताह शुरू हो रहा है। तब जल्द से जल्द उस बिल को सदन में पारित कराने का प्रयास किया जाएगा। നിങ്ങളുടെ സ്നേഹം എക്കാലവും ഉണ്ടാകണം. നമ്മുടെ ഈ ബന്ധം കൂടുതൽ സജീവമായി മുന്നോട്ടു പോകും. ഇന്നലെ പങ്കുവച്ച വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും നന്ദി എന്നാണ് ഇന്നലെ പങ്കുവച്ച വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. थैंक यू फ्रेंड्स। कल देर रात आपसे मिलने का मौका मिल गया। मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी। ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा। थैंक यू दोस्तों। നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തെ തുടർന്ന് ജന്തർ മന്ദിറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിലാണ് ഇൻസ്റ്റഗ്രാമിൽ സജീവമാകാനുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. പ്രധാനമായും ജെൻസി തലമുറയിലെ വിദ്യാർത്ഥികൾ നയിക്കുന്ന ഈ പ്രതിഷേധം ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും വൈറൽ വീഡിയോകളിലൂടെയുമാണ് രാജ്യം ശ്രദ്ധ നേടുന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിൽ സജീവമായി ഇടപെടലുകൾ നടത്തുകയും യുവജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പുതുതലമുറയുമായി കൂടുതൽ ഫലപ്രദമായി ബന്ധപ്പെടുന്നതിന് റീലുകളും മറ്റും തയ്യാറാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ രാജ്യത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഒന്നായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇൻസ്റ്റഗ്രാമിലെ സാന്നിധ്യം ശക്തമാക്കാൻ മന്ത്രിമാരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. ഇൻസ്റ്റഗ്രാം റീലുകൾ, വൈറൽ വീഡിയോകൾ, തത്സമയ അപ്ഡേറ്റുകൾ എന്നിവയിലൂടെയാണ് ജെൻസി വിദ്യാർത്ഥികൾ വ്യാപകമായി പങ്കെടുക്കുന്ന പ്രക്ഷോഭം ശക്തി പ്രാപിച്ചത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ നരേന്ദ്രമോദിയുടെ ജനപ്രീതി വീണ്ടും ചർച്ചയാവുകയാണ്. ഇതോടെ ഇന്ത്യക്ക് പുറത്തും നിരവധി രാജ്യങ്ങളിൽ നരേന്ദ്രമോദിക്ക് വലിയ സ്വീകാര്യതയുണ്ട്. വിവിധ അന്തർദേശീയ വേദികളിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും സോഷ്യൽ മീഡിയയിലെ സ്വാധീനവും ലോക നേതാക്കളിൽ ശ്രദ്ധേയമാണ്. അതേസമയം രാജ്യത്തിനകത്ത് അദ്ദേഹത്തെ ശക്തമായി വിമർശിക്കുന്ന രാഷ്ട്രീയ എതിരാളികളും പ്രതിഷേധങ്ങളും നിലനിൽക്കുന്നു. അടുത്തിടെ നടന്ന CJP പ്രതിഷേധ മാർച്ചിനിടെ പ്രധാനമന്ത്രിക്കെതിരെ അക്രമത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില മുദ്രാവാക്യങ്ങളും പരാമർശങ്ങളും ഉയർന്നു വന്നിരുന്നു. പ്രധാനമന്ത്രിയെ വെടിവെച്ചു കൊല്ലണമെന്നാണത്രേ ചില ജെൻസികളുടെ ആഗ്രഹം. ജനാധിപത്യത്തിൽ പ്രതിഷേധത്തിനും വിമർശനത്തിനും ഇടമുണ്ടെങ്കിലും ഏതൊരു രാഷ്ട്രീയ നേതാവിനെതിരെയും അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അംഗീകരിക്കാനാവില്ല. അത് നിയമപരമായും സാമൂഹികമായും ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ ഒരു വീഡിയോ കാണാം. ഇത് തത്വമൈ ന്യൂസിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്ത റീലാണ്. ഇതിന്റെ താഴെ വന്ന ചില കമന്റുകൾ നിങ്ങൾ കാണണം. നരേന്ദ്രമോദി എന്റെ അച്ഛനാണോ എന്നാണ് കുറെ പാറ്റ മക്കൾ ചോദിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല, സഭ്യമല്ലാത്ത ചില പദങ്ങളാണ് അവർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിൽ കേട്ടോ, ഇനി ഒരു 5 കൊല്ലം കൂടി നരേന്ദ്രമോദി ഇവിടെ ഭരിക്കും. അത് കഴിഞ്ഞ് ഇവിടെ യോഗി ഭരിക്കും. പാറ്റ മക്കളെ, നിങ്ങളുടെ രോദനം കൂടുതൽ ശക്തമായി തുടരുക. അത്രേ മാത്രമേ പറയാനുള്ളൂ. പ്രധാനമന്ത്രി എൻ്റെ അച്ഛനാണോ അല്ലയോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അത് അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ രോദനം എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ. അതേസമയം ഒരു വശത്ത് സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് ആളുകളുടെ പിന്തുണയും മറുവശത്ത് കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളും
ഇരുവശവും ഒരുപോലെ ചർച്ചയാകുന്ന നേതാവായിട്ട് നരേന്ദ്രമോദി വീണ്ടും ദേശീയ ശ്രദ്ധയുടെ കേന്ദ്ര ബിന്ദുവായിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇന്ന് ലോക രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കളിൽ ഒരാളാണ്. വിവിധ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ നിലപാടുകൾ ശക്തമായി അവതരിപ്പിക്കുകയും ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നേതാവെന്ന നിലയിലാണ് അദ്ദേഹത്തെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. G20 ഉച്ചകോടി, G7 യോഗങ്ങൾ, ബ്രിക്സ്, ക്വാഡ്, ഐക്യരാഷ്ട്രസഭ തുടങ്ങിയ വേദികളിൽ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. നിരവധി രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചതും ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനത്തിന്റെ പ്രതീകമായാണ്. സോഷ്യൽ മീഡിയയിലും മോദിക്ക് വലിയ ജനപ്രീതിയുണ്ട്. ഇൻസ്റ്റഗ്രാം, എക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പിന്തുടരപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പോസ്റ്റുകളും വീഡിയോകളും പലപ്പോഴും കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയും ചെയ്യുന്നു. അതേസമയം ഏതൊരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെയും പോലെ നരേന്ദ്രമോദിയുടെ നയങ്ങളും തീരുമാനങ്ങളും സംബന്ധിച്ച് വിമർശനങ്ങളും രാഷ്ട്രീയ ഭിന്നാഭിപ്രായങ്ങളും നിലനിൽക്കുന്നു. എന്നിരുന്നാലും ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കിയ നേതാക്കളിൽ ഒരാളായി അദ്ദേഹത്തെ പലരും കാണുന്നു. ഇന്ത്യയെ ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധേയനാക്കിയ നേതാവ് അത് നരേന്ദ്രമോദി തന്നെയാണ്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമില്ലാതെ നിരവധി ആളുകളുടെ ശ്രദ്ധ നേടിയ അല്ലെങ്കിൽ ഇഷ്ടം പിടിച്ചുപറ്റിയ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലിയും പൊതുപരിപാടികളിലെ ഇടപെടലുകളും കുട്ടികളുമായി നടത്തുന്ന ആശയവിനിമയവും സമൂഹ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യവും പലരെയും ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന നിരവധി പൊതുപരിപാടികളിൽ കുട്ടികൾ അദ്ദേഹത്തെ കാണാനും അഭിവാദ്യം ചെയ്യുവാനും ആവേശം പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുവജനങ്ങളും മുതിർന്നവരും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും സന്ദേശങ്ങളും ശ്രദ്ധാപൂർവ്വം പിന്തുടരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്കും വീഡിയോകൾക്കും ലഭിക്കുന്ന വലിയ ജനപ്രീതി വിവിധ പ്രായവിഭാഗങ്ങളിലുള്ള ആളുകളിലേക്കും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ എത്തുന്നു എന്നതിന് ഉദാഹരണമാണ്. ഒരു വശത്ത് കോടിക്കണക്കിന് ആളുകളുടെ പിന്തുണയും മറുവശത്ത് കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളും ഇരുവശവും ഒരുപോലെ ചർച്ചയാകുന്ന നേതാവാണ് നരേന്ദ്രമോദി. എന്നാൽ കണക്കുകൾ പറയുന്നത് മറ്റൊന്നാണ്. 343 മില്യൺ ആളുകൾ കണ്ട ഒരു റീലും ഒരു രാത്രി കൊണ്ട് 10 ലക്ഷം പുതിയ ഫോളോവേഴ്സും 103 മില്യൺ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ സ്വാധീനത്തിന്റെ വലിപ്പം വ്യക്തമാക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സോഷ്യൽ മീഡിയ സ്വാധീനം യുവതലമുറയുമായി കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തത്വമയി ന്യൂസിനെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഓൺ ചെയ്ത് ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യം തന്നെ സ്വന്തമാക്കുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.